ആണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ജയിൽ 1964 82 കാലഘട്ടം വരെ ഒരു ജയിലുണ്ടായിരുന്നു. റോബൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ജയിലിലായിരുന്നു അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെ കഠിനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുമേറിയ ഒരു ജയിലായിരുന്നു ആ ജയിൽ. ഒരുപാട് പണിയെടുപ്പിച്ച ഒരു ജയിലായിരുന്നു അത്. കടൽ മധ്യത്തിലുള്ള ഒരു ദ്വീപിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദ്വീപിൽ കരിങ്കൽ ഖനിയിലുള്ള ജോലികൾ ചെയ്യിപ്പിച്ചും കഠിനമായ പണികൾ ചെയ്യിപ്പിച്ചിട്ടുമായിരുന്നു അദ്ദേഹത്തിന് അവർ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു വർഷത്തിൽ ഒരു കത്തും ഒരു സന്ദർശകനും മാത്രമേ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 1982 മുതൽ 1988 വരെ വേറെ ജയിലിലായിരുന്നു, രണ്ടാമത്തെ ജയിലിലായിരുന്നു. പിന്നീട് 1982 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിൽ പോർട്ട്സ്മൂർ ജയിലിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പോർട്ട്സ്മൂർ ജയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ സർക്കാരുമായി ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോർട്ട്സ്മൂർ ജയിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. 1988 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലുള്ള ജയിൽ മൂന്നാമത്തേതും അവസാനത്തുമായിട്ടുള്ള ജയിലായിരുന്നു ഉണ്ടായിരുന്നത്. വിക്ടർ വെർസ്റ്റർ ജയിലിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വിക്ടർ വെർസ്റ്റർ ജയിലിൽ അദ്ദേഹത്തിന് കൂടുതൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു അതിഥിയെ പോലെയായിരുന്നു ആ ഒരു ജയിലോട്ടുണ്ടായിരുന്നത്. ആ ഒരു 88-90 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു അതിഥിയെ പോലെയായിരുന്നു ആ ഒരു ജയിലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 1980കളിൽ തന്നെ വർണ്ണവിവേചന ഭരണകൂടത്തിന് നേരെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ ആഗോളം സമ്മർദ്ദം മുറുക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. 1990 ഫെബ്രുവരി 2 അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള FWD ക്ലർക്ക് ഈ നെൽസൺ മണ്ടേലയെ മോചിപ്പിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്. അന്നത്തെ പാർലമെൻറ്റിൽ നടത്തിയ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ഒരു ജയിൽ മോചിതനാവാനുള്ള കാരണം. അങ്ങനെ 1990 ഫെബ്രുവരി 11 അദ്ദേഹം